ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്കാണ്, എഗ് കബാബ്. മുട്ടയും ഉരുളക്കിഴങ്ങുമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നല്ല ടേസ്റ്റി സ്നാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഒരു സ്പൂണോ അല്ലെങ്കിൽ ഫോക്കോ വെച്ച് സ്മാഷ് ചെയ്ത് വെക്കാം. ഇതിവിടെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഒരു പാൻ വെച്ച് ചൂടായാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി 1/2 ടീസ്പൂൺ ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കാം. അതിലേക്ക് ഒരു സവാള ചെറുതാക്കി കട്ട് ചെയ്തതും ചേർത്ത് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റിയെടുക്കാം. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റാം. നന്നായി വഴന്നു വന്നാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി, ഗരം മസാല ഒക്കെ ചേർക്കാം. ശേഷം നമ്മൾ പൊടിച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലാക്കി വെക്കണം. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റ് മല്ലിയില കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു ടൈം ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായി മാറ്റി വെക്കാം. ഇതിനു വേണ്ടി 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇത് നീളത്തിൽ കട്ട് ചെയ്ത് വെക്കാം. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെടുത്തെന്ന് നോക്കാം. അതിനുവേണ്ടി ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്ത ഭാഗങ്ങൾ പൊടിച്ചെടുത്ത് ഒരു പാൻ വെച്ച് ചൂടായാൽ അതിലേക്കിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ച് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ഉരുളക്കിഴങ്ങ് മസാലയിൽ നിന്ന് കുറച്ചെടുത്ത് ബോൾസ് ആക്കിയെടുത്ത് നമ്മൾ കയ്യിൽ വെച്ച് പരത്തിയെടുക്കാം. കയ്യിൽ വെച്ച് ഇതുപോലെ നന്നായി പരത്തിയെടുക്കാം. ഇതിലേക്ക് ഓരോ എഗ് പീസ് വെച്ച് കവർ ചെയ്തെടുക്കാം. ഇത് നന്നായി റോൾ ചെയ്തെടുക്കാം. ഞാനിവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഷേപ്പാക്കി എടുക്കണം. ഇനി ഇത് മൈദ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. നന്നായി കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാതും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് ചൂടായ ഓയിലിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി വന്നാൽ തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഇത് ഫ്രൈ ചെയ്യേണ്ടത്. എല്ലാ കബാബും തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റി വെക്കാം.
ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി സ്നാക്കാണിത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. If you like this video, like, share, subscribe, click the bell icon. Bye.